ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സദ്യ ഉണ്ട്, സദ്യ ഉണ്ട്, പൂക്കളുണ്ട്, പായസം അപ്പൊ എല്ലാവരും മാക്സിമം അങ്ങനെ ഗൈസ് നമ്മൾ കാത്തിരുന്ന കോളേജിലോണം വന്നിട്ട് ഇന്നാണ് കേട്ടോ. മോർണിംഗിന് തന്നെ നമ്മൾ നല്ല വൈബ് അടിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ ഓണത്തിനും എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് നേരത്തെ എത്തണമെന്ന് കരുതി കഴിഞ്ഞാലും എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ലേറ്റ് ആവാറുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ പിന്നെ ട്രാവലിംഗ്. ഇന്ന് ലേറ്റ് ആയതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ട്രാവലിംഗ് ആയിരുന്നു. ഇതാണ് നമ്മുടെ ഫേവറേറ്റ് ഐഷുബീസ് കേട്ടോ. നമ്മുടെ ക്ലാസ് റൂട്ടറും കൂടെയാണ്. സീനിയേഴ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുവിധ പേരും സാരിമിലാണ് തൂങ്ങിയിട്ടുള്ളത്. മീര ചേച്ചിയുടെ ബ്ലൗസ് ഇടുമ്പോൾ എനിക്ക് ജനാലയായിട്ട് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. സുൽബിത്താക്ക് ഇന്നലെ മിനിയാന്നൊക്കെ പനിയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി ബോഡിക്ക് മാത്രമല്ലേ പനി ഉണ്ടാവുള്ളൂ. പക്ഷേ ഇന്ന് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവൾക്ക് തലയ്ക്കും നല്ല രീതിക്ക് പനി ബാധിച്ചിട്ടുണ്ടെന്ന് കേട്ടോ. ഈ സെക്ഷൻ മെയിനായിട്ട് കലാപരിപാടിയായിരുന്നു. അതായത് ഡാൻസും പാട്ടും കൂത്തും മുറിയേടിയും വടംവലി ഇതൊക്കെ ആയിരുന്നു. പിന്നെ മെയിൻ പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ സദ്യ. ഇതാണല്ലോ നമ്മുടെ മെയിൻ. അങ്ങനെ പയ്യെ പയ്യെ കറികളൊക്കെ എത്തി നമ്മുടെ ഇലകൾ അങ്ങനെ നിറയാൻ തുടങ്ങിയിട്ടാ. ബട്ട് ആദ്യം വരേണ്ട സാധനം അവസാനമാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ശർക്കരപ്പേരിയില്ലേ, അത് ആദ്യമാണ് വരുന്നത്. അശ്വിൻ ചേട്ടൻ വിളമ്പേണ്ട ആ സാധനം നമുക്ക് ലേറ്റ് ആയിട്ട് കിട്ടിയത്. എനിക്ക് ഈ സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം ഈ ശർക്കരപ്പേരി ആട്ടോ. നെക്സ്റ്റ് ഓണം നമുക്ക് കിട്ടോ ഇല്ലയെന്നൊന്നും ഉറപ്പില്ല. കാരണം നമ്മൾ ലാസ്റ്റ് ഇയർ ആയി തുടങ്ങി. രണ്ട് പപ്പടം കൈ പിടിച്ചിരിക്കാണ്ട് പോരണം താടി എന്ന് പറഞ്ഞ് രണ്ടും ഒരുമിച്ച് പിടിച്ച് കഴിക്കണാണ് നമ്മൾ സുൽബിത്താത്ത. പിന്നെ നമ്മുടെ സദ്യ വിഭവങ്ങൾ കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ശിങ്കാരിമേളം കണ്ട് തുടങ്ങിയിട്ട് സംഭവം താളോളൊന്നും പോരാന്നുണ്ടെങ്കിലും എന്ത് കേട്ടാൽ എവിടെ കിടന്ന് തുള്ളാനും കൂടെ കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ വൈബ് തന്നെയാണ് കേസ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഒരു ചെറിയൊരു ഓണത്തിലൊക്കെ അങ്ങോട്ടായി അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഉണ്ട് കഴിഞ്ഞിട്ടോ. സംഭവം നൈസായിരുന്നു നമ്മുടെ ഈ ഒരു ഓണം. പിന്നെ കഴിയാറൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാം എൻജോയ് ചെയ്ത് പോകുന്നു. അപ്പോൾ കൂടെ ഇന്നൊരു വീഡിയോ കണക്റ്റിറ്റാ.